ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതേപോലെ പാക്കറ്റ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് മിക്കവാറും അതിൻ്റെ ഡേറ്റ് മറന്നു പോകും. നമ്മൾ നേരെ ഇത് പൊട്ടിച്ചങ്ങ് കുപ്പിയിലോട്ട് ചേർത്ത് കൊടുക്കും. അതിൻ്റെ ഡേറ്റ് നമ്മൾ എപ്പോഴായാലും മറന്നു പോകും. അതിനുള്ളൊരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ ഈ ഡേറ്റ് ഉള്ള ഭാഗം ഞാൻ അങ്ങ് മുറിച്ചെടുക്കും. ഞാനിവിടെ മുറിച്ചെടുത്ത് കുപ്പിയിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിടിച്ച് വെച്ച് അതിലോട്ട് നമ്മളുടെ പൊടി ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ ഡേറ്റ് മുറിച്ച് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ നമ്മൾക്ക് ഇതിൻ്റെ ഡേറ്റ് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. ഇതുപോലെയാണ് ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെക്കാറ്. അങ്ങനെ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. കുക്കറൊന്നുമില്ലാതെ നമുക്ക് ചോറ് എങ്ങനെയാണ് ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് രാവിലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ്. അതിനുവേണ്ടി നമ്മൾ മട്ട റൈസാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇവിടെ ഇതെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് രാവിലെയാണ് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കേണ്ടത്. കണ്ടില്ലേ, നമ്മുടെ ചോറെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2-3 പ്രാവശ്യം വെള്ളം പാർന്നൊന്ന് ഊറ്റിക്കളയാം. അതിനുശേഷം ഇതേപോലെ വെള്ളം എടുത്ത് ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. ചോറ് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചോറൊന്നും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. കണ്ടില്ലേ ഇത്. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ചോറല്ലാതും ഞാൻ ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞു പോവുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ജോലിക്കൊക്കെ പോകുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.